അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കുട്ടികളോട് കാണിച്ചിരുന്ന സ്നേഹവും ആർദ്രതയും ഇഷ്ടവും കാരുണ്യവും അത് അങ്ങേയറ്റം എടുത്തു പറയപ്പെടേണ്ടുന്ന ഒരു മഹത്തായ സ്വഭാവമായി നമുക്ക് കാണാൻ സാധിക്കും. നിരവധി ഉത്തരവാദിത്വങ്ങളും പ്രവർത്തനങ്ങളും കർമ്മങ്ങളിലും നിരതനായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ കുട്ടികളെ കണ്ടാൽ എടുക്കുകയും താലോലിക്കുകയും പുന്നാരിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എന്ന് ചരിത്രങ്ങളിലൂടെ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പ്രവാചകന് ആർദ്രമായ ആ ഒരു സ്വഭാവം പലപ്പോഴും സ്വന്തം മക്കളിൽ മാത്രമല്ല മറ്റ് ചെറിയ കുട്ടികളെ കാണുമ്പോഴും നമുക്ക് ചരിത്രത്തിലൂടെ പഠിക്കാൻ സാധിക്കും. ഇബ്രാഹിം എന്ന കുഞ്ഞിനെ പ്രവാചകൻ പുന്നാരിച്ചിരുന്നതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അഖദ വലദഹു ഇബ്രാഹിം, കുഞ്ഞിനെ എടുക്കുക, ചുംബിക്കുക, പുന്നാരിക്കുക, ഇതെല്ലാം തന്നെ പ്രവാചകൻ്റെ ജീവിതത്തിലുള്ളതായിരുന്നു. ജഅഫർ റളിയല്ലാഹു അൻഹയുടെ മരണം സംഭവിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ ആ വീട് സന്ദർശിക്കുകയും അവരുടെ കുട്ടികളെ കണ്ട സമയത്ത് പ്രവാചകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരടർന്നു വീഴുകയും ചെയ്തപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ല പ്രവാചകരെ, എന്താണിത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്നു. ദുഃഖിതനായിരുന്നു റസൂലുള്ള. പ്രവാചകൻ മറ്റുള്ളവരുടെ വിഷമത്തിൽ അങ്ങേയറ്റം വിഷമിക്കുന്നവനായിരുന്നു. കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം അവരെ സന്തുഷ്ടിയാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളുമായി കൊണ്ട് ആനയും പാപ്പാനും കളിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ്റെ തോളിൽ കയറിക്കൊണ്ട് ഇരുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് അവരെ തോളിൽ കയറ്റിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചിരുന്നു. മുട്ടുകുത്തി നിന്ന് കുട്ടികളെ പുറത്തിരുന്ന് ആനയും പാപ്പാനും കളിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രവും, അതുപോലെ തന്നെ നീണ്ട കുപ്പായമിട്ട് മിമ്പറിൽ ഖുതുബ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നീണ്ട കുപ്പായമിട്ട് വന്ന കുട്ടികളെ എടുത്ത സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സ്നേഹവും കാരുണ്യവും കാണിക്കൽ മാത്രമല്ല, കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും അങ്ങേയറ്റം നിർബന്ധം കാണിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഹദീസ് വളരെ സുവിദിതമാണ്. യാ ഗുലാം ഇഹ്ഫളില്ലാഹ യഹ്ഫളുക എന്ന് പറയുന്ന ആ ഹദീസ്, ഇത് തൗഹീദിൻ്റെ അടിസ്ഥാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച സന്ദർഭവും നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന തലമുറ, സമൂഹം അവരോട് ഏറ്റവും മാന്യവും സ്നേഹവുമായ നിലയിൽ ഉപദ്രവിക്കാതെയും വിഷമിപ്പിക്കാതെയും വളർത്തണമെന്നാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.